കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി കർത്താവിന് മുഴുമാനവും മഹത്വം അർപ്പിക്കുക. സ്വർഗത്തിലെ കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ കരുതലും കൃപയും തിരിച്ചറിഞ്ഞ ആത്മാവിൽ നിൽപ്പാൻ, ഈ ഭൂമിയിലായിരിക്കാൻ ദൈവം നമുക്ക് അവസരം നൽകിയല്ലോ. യേശു എത്ര വലിയവനാണ്, എത്ര ശ്രേഷ്ഠനാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കുന്ന വഴികളും ആ സ്നേഹവും വലുതാണ്. ചിന്തിച്ചാൽ വലിയ നിലയിൽ നമ്മൾ കണ്ണ് നിറഞ്ഞു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. അത്രയ്ക്ക് കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. ഇന്ന് രാവിലെയും കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അവസരങ്ങൾ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ ആത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 18-19 വാക്യങ്ങളാണ്. വാക്യം ഇങ്ങനെയാണ്: ഭർത്തവും പിതൃപാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തമത്രയെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. പത്രോസ് അപ്പോസ്തലൻ വിശ്വാസ സമൂഹത്തിനു വേണ്ടി യേശുക്രിസ്തുവിനെക്കുറിച്ച്, യേശുക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച്, രക്തത്തിൻ്റെ ശക്തിയെക്കുറിച്ച്, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച്, അതിൻ്റെ ഗുണത്തെക്കുറിച്ച് എഴുതപ്പെട്ട ഒരു ഭാഗമാണ് നാം ഇന്നും ചിന്തയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. യേശുവിൻ്റെ രക്തവും വിലപ്പെട്ടതാണ്. ഈ ഭൂമിയിൽ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് യേശുവിൻ്റെ രക്തത്താൽ ആണ്. വീണ്ടെടുപ്പ് വില കൊടുത്ത് തിരികെ എടുക്കുക എന്നാണ് അർത്ഥം. ഒരു വസ്തുവിനെ വില കൊടുത്തിട്ട് തിരികെ എടുക്കുക, വീണ്ടെടുക്കുക. ഒരിക്കൽ അത് നമ്മുടേതായിരുന്നു, പക്ഷെ നഷ്ടപ്പെട്ടു പോയി. അതിനെ വീണ്ടും എടുക്കുക, അതിന് വില കൊടുക്കണം, ചോദിക്കുന്ന വില കൊടുക്കണം. ആ ചോദിക്കുന്ന വില കൊടുത്ത് അതിനെ വീണ്ടും എടുക്കുക. ഞാൻ ഒരിക്കലൊരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു നദിയുടെ തീരത്ത് കളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി. ആ കുട്ടി കളിച്ചത് ഒരു ബോട്ട് പോലെയുള്ള ഒരു ചെറിയ കളിപ്പാട്ടം ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ തടി കൊണ്ടുണ്ടാക്കിയ ഒരു ബോട്ട് കൊണ്ടാണ് താൻ കളിച്ചത്, ആ വെള്ളത്തിൽ കളിച്ചത്. അത് ഒരു കുഞ്ഞിന് കളിക്കത്തക്ക നിലയിൽ സാമാന്യം ചെറിയ ഒരു തടിക്കഷ്ണത്തിൽ ഉണ്ടാക്കിയെടുത്ത ബോട്ടാണ്. എന്നാൽ ഈ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നദിയിൽ നിന്ന് തൻ്റെ കയ്യിൽ നിന്ന് അത് വിട്ടുപോയിട്ട് അത് ഒഴുക്കിൽപ്പെട്ട് അതങ്ങ് അകലെയായി ഒഴുകിപ്പോയി. ആ കുട്ടിക്കത് നഷ്ടമായി. ആ കുട്ടി കരഞ്ഞുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അപ്പനും അമ്മയും ചോദിച്ചു, എന്താ നീ കരയുന്നേ? ആ കുഞ്ഞ് വലിയവായി പറഞ്ഞു, കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ ബോട്ട് നഷ്ടപ്പെട്ടു പോയി. എവിടെ പോയി നിൻ്റെ ബോട്ട്? ഞാൻ ഇന്ന സ്ഥലത്ത് പുഴയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയുള്ള വെള്ളത്തിൻ്റെ അരികിൽ അത് ഇറക്കി അതങ്ങനെ വെള്ളത്തിൽ കൂടെ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് അത് ആഴത്തിലേക്ക് പോയി, ഓളം തല്ലി ആ വെള്ളത്തിൽ ഒഴുക്കിലേക്ക് പെട്ട് ആ ബോട്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ ആ മാതാപിതാക്കൾക്ക് ഭയങ്കര വിഷമം തോന്നി. എന്നാൽ ചില ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞപ്പോൾ ആ കുട്ടി മാർക്കറ്റിൽ ചെന്ന് താൻ അപ്പൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു കടയിൽ ആ ആഴ്ചകൾക്ക് മുമ്പ് വെള്ളത്തിൽ ഒഴുകിപ്പോയ ആ കുഞ്ഞിൻ്റെ ബോട്ട് ഇരിക്കുന്നത് കണ്ടു. അവൻ്റെ പപ്പയോട് പറഞ്ഞു, പപ്പ, എൻ്റെ ബോട്ടാണ് ആ ഇരിക്കുന്നത്. അന്ന് ഞാൻ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ ബോട്ടാണ് ഇന്ന് ആ കടയിൽ ആ അങ്കിളിൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അതെനിക്ക് വേണം. അപ്പൻ നോക്കിയപ്പോൾ ശരിയാണ്, തൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ
മാസങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ചു കൊടുത്ത, കുഞ്ഞത് വളരെ സ്നേഹിക്കുകയും വളരെ ഇഷ്ടപ്പെടുകയും കളിക്കാൻ ഉപയോഗിച്ച ബോട്ട് തന്നെയാണ് ആ കടയിൽ ആ ചേട്ടൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പൻ ചെന്നിട്ട് പറഞ്ഞു, സ്നേഹിത, നിങ്ങളുടെ കടയിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ ബോട്ട് അത് ഞങ്ങളുടേതാണ്. എൻ്റെ കുഞ്ഞ് മാസങ്ങൾ കളിക്കാൻ ഉപയോഗിച്ച ബോട്ടാണ്. അവൻ ചില ആഴ്ചകൾക്ക് മുമ്പ് ഇന്ന സ്ഥലത്ത് വെള്ളത്തിൽ ആ ബോട്ട് ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒഴുക്കിൽപ്പെട്ട് അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ്. അതുകൊണ്ട് ആ ബോട്ട് ഞങ്ങളുടേതാണ്, എൻ്റെ കുഞ്ഞിൻ്റേതാണ്, അത് തിരികെ തരണമെന്ന് ആ കുഞ്ഞിൻ്റെ കൂടെ അപ്പനും കൂടെ രണ്ടുപേരും ഒരുമിച്ച് കടയിൽ ചെന്ന് ചോദിക്കുകയാണ്. ചോദിച്ചപ്പോൾ ആ കടക്കാരനായ ആ ചേട്ടൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങളുടെ ബോട്ടായിരിക്കാം, നിങ്ങൾ പറയുന്നത് സത്യമായിരിക്കാം, പക്ഷേ ഇത് ഇപ്പോൾ എൻ്റേതാണ്. ഞാൻ കഷ്ടപ്പെട്ട് എനിക്ക് ലഭിച്ചതാണ്. അത് എനിക്ക് ലഭിച്ചതുകൊണ്ട് അന്ന് ഇതിന് അവകാശികൾ ആരുമില്ലായിരുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ ഈ കടയിലിരിക്കുന്ന ഈ ബോട്ട് എൻ്റേതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങളുടെ മകന് ഇത് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാനൊരു വില അങ്ങോട്ടിടാം. ആ വില നിങ്ങൾ എനിക്ക് തന്നാൽ ഞാൻ ഈ ബോട്ട് നിങ്ങൾക്ക് തരാം. ഈ കുഞ്ഞിൻ്റെ അപ്പൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എത്ര രൂപയാണ് വേണ്ടത്? ആ മനുഷ്യൻ ഒരു വലിയ ഒരു എമൗണ്ട് ആ ബോട്ടിനിട്ടിട്ട് ഈ അപ്പനോട് പറയുകയാണ്. കുഞ്ഞ് ആകാംക്ഷയോടെ നോക്കി നിൽക്കുമ്പോൾ ഈ അപ്പൻ പറഞ്ഞു, ശരി, നീ പറഞ്ഞ വില ഞാൻ തരാം, നീ ആ കുഞ്ഞിന് ബോട്ട് തിരികെ കൊടുക്കണം. അങ്ങനെ ആ കടയിലെ ചേട്ടൻ ഇട്ട വില ആ അപ്പൻ ആ മനുഷ്യൻ്റെ കൈ കൊടുത്തിട്ട് ആ ബോട്ട് തിരികെ വാങ്ങി കുഞ്ഞിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആ കുട്ടി സന്തോഷത്തോടെ തുള്ളിയും ചാടിയും വീട്ടിലേക്ക് മടങ്ങി വന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് പ്രിയരെ ഈ കഥയിൽ അതിൻ്റെ സാരാംശം? ഇന്ന് നാം വായിച്ച വാക്യവുമായി ബന്ധപ്പെട്ട് വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. ഒരിക്കൽ ഈ കുട്ടിയുടേതായിരുന്നു ആ ബോട്ട്, പക്ഷേ അത് നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയ ബോട്ട് പിന്നെ ഒരാളുടെ കയ്യിൽ അത് എത്തുന്നു. അദ്ദേഹം ഒരു വിലയിട്ട് ഈ കുട്ടിക്ക് തിരികെ കൊടുക്കുന്നു. അതേപോലെയാണ് മാനവജാതിയായ ഞാനും നിങ്ങളും ഒരിക്കൽ ദൈവത്തിൻ്റെ സ്വന്തമായിരുന്നു. സ്വന്തമായ അവസ്ഥയിൽ തന്നെയായിരുന്നു. തേജസ്സോടുകൂടെ പിതാവിൻ്റെ കൂടെ ജീവിച്ചതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. എന്നാൽ സാത്താൻ അവനെ തെറ്റിച്ചു. അവനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആ മനുഷ്യനെ വീണ്ടും തന്നിലേക്ക് അടുപ്പിക്കാൻ, സാത്താൻ്റെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ, ഈ കടക്കാരൻ്റെ കയ്യിൽ നിന്നും ആ ബോട്ട് വാങ്ങി കുഞ്ഞിന് കൊടുക്കാൻ ഉപയോഗിച്ചതുപോലെ യേശു കർത്താവ് തൻ്റെ രക്തം വിലയായി കൊടുത്തതുപോലെ ഈ ബോട്ടിന് ആ കടയിലെ ചേട്ടൻ ഇട്ട വില അതുപോലെ ആ വില കൊടുത്തിട്ട് ആ ബോട്ട് വാങ്ങിയതുപോലെ നമ്മുടെ കർത്താവിൻ്റെ രക്തം അതുപോലെ കൊടുത്തിട്ട് നമ്മെ വിലയ്ക്ക് വാങ്ങി പിതാവിങ്കിലേക്ക് നമ്മളെ അടുപ്പിക്കാനാണ് യേശുവിൻ്റെ രക്തം അവിടെ ചൊരിഞ്ഞത്. യേശുവിൻ്റെ രക്തം, ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ രക്തത്തിനകത്ത് ഒരു ശക്തിയുണ്ട്. യേശുവിൻ്റെ രക്തം പറയുമ്പോൾ പിശാച് ഓടിപ്പോകും. യേശുവിൻ്റെ രക്തത്തിൻ്റെ മുമ്പിൽ ഒരു പൈശാചിക ശക്തി നിൽക്കത്തില്ല. യേശുവിൻ്റെ രക്തം പറഞ്ഞു നോക്കൂ, നിങ്ങളുടെ വീടുകൾക്കകത്ത്, നിങ്ങളുടെ സ്ഥാപനങ്ങൾക്കകത്ത്, നിങ്ങളുടെ ഓഫീസിനകത്ത്, നിങ്ങളായിരിക്കുന്ന മേഖലയിൽ നിങ്ങൾ യേശുവിൻ്റെ രക്തം എന്ന് പറയൂ. നിങ്ങളുടെ വീടിനകത്ത്, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ, നിങ്ങളുടെ ക്ലാസ് റൂമിൽ, നിങ്ങളുടെ ബെഡ്റൂമിൽ, നിങ്ങളുടെ കിച്ചണകത്ത് നിങ്ങൾ നടന്നുകൊണ്ട് യേശുവിൻ്റെ രക്തം പറയൂ. അവിടെയുള്ള ശൂന്യതകൾ വഴിമാറുന്നത് നിങ്ങളുടെ കണ്ണാലെ കാണാൻ ഇടയാകും. യേശുവിൻ്റെ രക്തം നമ്മെ വീണ്ടെടുക്കുന്നതാണ്. യേശുവിൻ്റെ രക്തം നമ്മെ ശക്തീകരിക്കുന്നതാണ്. യേശുവിൻ്റെ രക്തം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പരിശുദ്ധ ആത്മാവിൽ പറയാം, യേശുവിൻ്റെ രക്തം നമ്മുടെ കാറിനെയോ നമ്മുടെ വീടിനെയോ നമ്മുടെ വസ്തുവകകളെയോ ഫ്രിഡ്ജിനെയോ ടിവിയോ ശുദ്ധീകരിക്കാൻ ഉള്ളതല്ല. ചിലർ പ്രാർത്ഥിക്കാറുണ്ട്, യേശുവിൻ്റെ രക്തത്തിൽ എൻ്റെ വാഹനത്തെ മുദ്ര ചെയ്യുന്നു, യേശുവിൻ്റെ രക്തത്തിൽ എൻ്റെ വീടിനെ മുദ്ര ചെയ്യുന്നു, യേശുവിൻ്റെ രക്തത്തിൽ എൻ്റെ കിച്ചണെ മുദ്ര ചെയ്യുന്നു. ഞാൻ വേദപുസ്തകം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് യേശുവിൻ്റെ രക്തം ഇലക്ട്രോണിക്കൽ സാധനങ്ങളെ മുദ്ര ചെയ്യാനും കിച്ചണെ മുദ്ര ചെയ്യാനും ഫ്രിഡ്ജിനകത്തിരിക്കുന്ന വസ്തുവകകളെ മുദ്ര ചെയ്യാനും ഉള്ളതല്ല. ആ പ്രാർത്ഥന നമ്മൾ നിർത്തിയിട്ട്
ദൈവത്തോട് പറയണം, ഇവയെല്ലാം ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്യണമേ എന്ന് പറയണം. എന്നിട്ട് യേശു രക്തം കൊണ്ട് മുദ്ര ചെയ്യേണ്ടത് നമ്മളെയാണ്. നമ്മളെ മുദ്ര ചെയ്യണം. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ശരീരത്തെയാണ് യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്ര ചെയ്യേണ്ടത്. നമ്മൾ നടക്കുമ്പോൾ അവിടെ വിടുതലുണ്ടാകും. കാരണം യേശു രക്തം നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മൾ ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു വിടുതൽ സംഭവിക്കും. നമ്മൾ കിച്ചണിനകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു വിടുതൽ സംഭവിക്കും. നമ്മൾ ഓഫീസിനകത്ത് ഇരിക്കുമ്പോൾ അവിടെ ഒരു വിടുതൽ സംഭവിക്കും. കാരണം യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ ഉള്ളതുകൊണ്ടാണ്. ഈ ശക്തിയുമായി നമ്മൾ എവിടെയൊക്കെ സഞ്ചരിക്കുന്നോ അവിടെയെല്ലാം ഒരു സാന്നിധ്യം വെളിപ്പെടും. തീക്കകത്ത് ചവിട്ടിയ ആളിക്കത്തുന്ന ശരീരവുമായി ആ വ്യക്തി എവിടെല്ലാം ഓടിയാലും അവിടെല്ലാം തീ പടർന്നു പിടിക്കുന്നത് പോലെ യേശുവിൻ്റെ രക്തം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഏത് ഇരുളടഞ്ഞ അവസ്ഥയിലേക്ക് നമ്മൾ ചവിട്ടി കയറിയാലും അവിടെ ഒരു വലിയ റിസൾട്ട് വെളിപ്പെടും എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വിടുവിക്കാനാണ് യേശുവിൻ്റെ രക്തം കൊണ്ട് യേശു ഉപയോഗിച്ചത്. പുണ്യാക രക്തം കൊണ്ടാണ് യേശു നമ്മളെ വീണ്ടെടുത്തത്. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന സമയം എൻ്റെ കയ്യിൽ ധാരാളം പുസ്തകങ്ങളുണ്ട്. ക്രിസ്തീയ പുസ്തകങ്ങൾ, കമൻട്രികൾ, ബൈബിൾപരമായ ധാരാളം പുസ്തകങ്ങളുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ഞാനത് വായിക്കാറുണ്ട്. അങ്ങനെ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ എഴുത്തുകാരൻ എഴുതിയിരിക്കുന്ന യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയെക്കുറിച്ച് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയത് എന്നെ ചിന്തിപ്പിക്കാനിടയായി. അവിടെ എഴുതിയത് ഇങ്ങനെയാണ്: ഒരു അലക്കുകാരൻ തൻ്റെ വസ്ത്രം അലക്കിയിട്ട് അതിൻ്റെ വെള്ളം പിഴിഞ്ഞ് മൊത്തം കളഞ്ഞിട്ട് ആ വസ്ത്രം ഒന്ന് കുടഞ്ഞ് അയയിലേക്ക് വിരിച്ചിടുന്നത് പോലെ യേശുവിൻ്റെ ശരീരം മുഴുവനും പിഴിഞ്ഞ് രക്തം ഈ ഭൂമിയിലേക്ക് ഒഴുക്കിയിട്ട് ക്രൂശിലേക്ക് യേശുവിനെ ആമേൻ കയറ്റി ഇട്ടു. നോക്കുക, അതുകൊണ്ടാണ് പടയാളികൾ യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ ചോര വന്നില്ല, പകരം വെള്ളം വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനർത്ഥം എന്താണ്? അവസാനത്തുള്ളി രക്തവും യേശു നമുക്ക് വേണ്ടി ഒഴുക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് യേശുവിൻ്റെ രക്തം പറയുമ്പോൾ പിശാച് വെരുണ്ടുപോകും. ബൈബിളിൻ്റെ വാചനം നിങ്ങൾ പറഞ്ഞു നോക്കൂ, സാത്താൻ 2 വാക്യം ഇങ്ങോട്ട് പറഞ്ഞു തരും. എന്നാൽ യേശുവിൻ്റെ രക്തം നിങ്ങൾ പറഞ്ഞു നോക്കൂ, യേശുവിൻ്റെ രക്തത്തിൻ്റെ മുമ്പിൽ സാത്താൻ വാലും ചുരുട്ടിക്കൊണ്ട് ഓടും. പ്രിയരെ, നമ്മളെ തൊടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം നമ്മളിൽ വസിക്കുന്നത് യേശുവിൻ്റെ രക്തമാണ്. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്. ഒരിക്കൽ നമ്മൾ ആരായിരുന്നു എന്ന് ആദ്യം പറയുന്നു. ആരായിരുന്നു? വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നമ്മുടെ നടപ്പിൽ നിന്ന്. നമ്മുടെ നടപ്പ് വ്യർത്ഥമായിരുന്നു, പിതൃപാരമ്പര്യമുള്ള നടപ്പായിരുന്നു. നമ്മുടെ പിതാക്കന്മാർ തെറ്റിയതുപോലെ നമ്മളും തെറ്റി നടന്നവരാണ്. ഇവിടെ കാണുകയാണ്, നടപ്പിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തില്ലേ? നമ്മളെ ഈ കഷ്ടതയിൽ നിന്ന് വീണ്ടെടുത്തില്ലേ? നമ്മളെ ഈ രോഗത്തിൽ നിന്ന് വീണ്ടെടുത്തില്ലേ? നമ്മളെ ഈ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തില്ലേ? ആ വീണ്ടെടുത്തത് മറ്റൊന്നും കൊണ്ടല്ല. അവിടെ എഴുതിയിരിക്കുന്നത് വെള്ളി കൊണ്ടല്ല, പൊന്നുകൊണ്ടല്ല. വെള്ളിക്കും പൊന്നിനും നമ്മളെ വീണ്ടെടുക്കാൻ പറ്റില്ല. നമ്മളെ വീണ്ടെടുത്തത് ഇവിടെ എഴുതിയിരിക്കുന്നത് അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, എന്നെ വീണ്ടെടുത്തത് ക്രിസ്തു എന്ന നിർദോഷവും അടുത്തത് നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. നമ്മളെ വീണ്ടെടുത്തത്, പാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തത്. അമ്മയുടെ ഉദരത്തിൽ നാം ജനിക്കുമ്പോൾ പാപത്തിൽ നമ്മൾ ജനിച്ചു. കാരണം ഈ ഭൂമി പാപം പെരുകിക്കിടക്കുകയാണ്. സാത്താൻ വഴിതെറ്റിച്ച ആദം ദമ്പതികളുടെ നിമിത്തം അവർ തെറ്റിപ്പോയത് കൊണ്ട് പാപം ഭൂമി പെരുകി. അങ്ങനെ പെരുകി കിടക്കുന്ന ഈ ഭൂമിയിൽ ഈ പാപത്തിൽ ജനിച്ച നമ്മളെ വീണ്ടെടുക്കാൻ ഒരു വെള്ളിക്കും ഒരു പൊന്നിനും കഴിയത്തില്ല. അവിടെ എഴുതിയിരിക്കുകയാണ്, നമ്മളെ ഈ ലോകത്തിൻ്റെ ശക്തിയിൽ നിന്ന് അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല പ്രിയരെ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് നിർദോഷവും നിഷ്കളങ്കവുമായ. നോക്കുക, ഈ രക്തത്തിൻ്റെ പ്രത്യേകത നോക്കിയേ, നിർദോഷമായ രക്തം. അടുത്തത് നിഷ്കളങ്കമായ രക്തം. ഈ രക്തത്തിൻ്റെ പ്രത്യേകതയാണ്.
അപ്പോൾ യേശുവിൻ്റെ രക്തം നിഷ്കളങ്കമായതും നിർദോഷവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്തു. രക്തം കൊണ്ട് വീണ്ടെടുത്തു. ഇന്ന് രാവിലെ ആത്മമണ്ഡലത്തിൽ പറയുക, നിങ്ങൾ എവിടെയെങ്കിലും ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണെങ്കിൽ, നിങ്ങൾ എവിടെയെങ്കിലും തകർന്നു കിടക്കുകയാണെങ്കിൽ, നിങ്ങളെ വീണ്ടെടുക്കാൻ യേശുവിൻ്റെ രക്തം ഉണ്ട്. നിങ്ങളേതെങ്കിലും പാപത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണെങ്കിൽ, കുരുക്കപ്പെട്ട് കിടക്കുകയാണെങ്കിൽ, നിങ്ങൾ വിട്ടിട്ടും നിങ്ങൾ മറഞ്ഞു നിന്നിട്ടും നിങ്ങളെ വിടാതെ നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ശരീരത്തെയും ഈ പാപം കടന്നു പിടിക്കുന്നെങ്കിൽ, ഞാൻ ഇന്ന് രാവിലെ ആത്മനിറവിൽ ദൈവിക ദൂത് ഞാൻ പറയാം, ഈ രക്തം കൊണ്ട് നിങ്ങൾക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയും. അതുകൊണ്ട് യേശുവിൻ്റെ രക്തം വിലയേറിയ രക്തമാണ്. എത്രത്തോളം വിലയേറിയതാ! പൊന്നിനേക്കാൾ വെള്ളിയേക്കാൾ നാമെ അഴിഞ്ഞു പോകുന്ന സകല വസ്തുക്കളെക്കാൾ വിലയേറിയതാണ് യേശുവിൻ്റെ രക്തം എന്ന് പറയുന്നത്. ഈ രക്തം കൊണ്ട് നമുക്ക് വിടുതലുണ്ട്. പഴയ നിയമത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ഇസ്രായേൽ ജനത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞതനുസരിച്ച് ഒരു ആട്ടിൻകുട്ടിയെ, അത് 2 വയസ്സിന് താഴെയുള്ള ആട്ടിൻകുട്ടിയെ അറുക്കണം. അതിൻ്റെ രക്തം ഒരു കിണ്ണത്തിൽ പകർന്ന് ഈസോപ്പ് തണ്ട് ചതച്ചെടുത്ത് രക്തം മുക്കി നിങ്ങളുടെ കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. അങ്ങനെ നിങ്ങൾ പുരട്ടിയാൽ അടുത്ത ദിവസം ഇതേ സമയത്ത് സംഹാരദൂതൻ അവൻ ഊരിപ്പിടിച്ച വാളുമായി നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ വരും. അന്ന് രക്തത്തിൻ്റെ കറയുള്ള വീടുകളിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം മുഴങ്ങും. ഈ രക്തത്തിൻ്റെ കറയില്ലാത്തവൻ്റെ വീട്ടിൽ ആദ്യ കടിഞ്ഞൂലുകൾ മരിക്കും. ഇസ്രായേൽ മക്കളുടെ വീടുകളിൽ മോശയുടെ വാക്ക് കേട്ടിട്ട് അങ്ങനെ ആടിനെ അറുത്ത് രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടി വെച്ചപ്പോൾ സംഹാരകൻ വന്നപ്പോൾ ഇസ്രായേലിൻ്റെ വീടിൻ്റെ കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും എന്തുണ്ട്? യേശു, ആ കുഞ്ഞാടിൻ്റെ രക്തമുണ്ട്. കുഞ്ഞാട് രക്തമുള്ളത് കൊണ്ട് സംഹാരകൻ വീടിൻ്റെ മുന്നിൽ നിന്ന് മാറിപ്പോയി. കുഞ്ഞാടിന് രക്തമില്ലാത്ത മിസ്രൈമ്യരുടെ വീടിനകത്ത് കയറി. വീടിൽ മാത്രമല്ല, തൊഴുത്തുകളിലും കുടിലു മുതൽ കൊട്ടാരം വരെയുള്ള സ്ഥലങ്ങളിൽ കയറിയിറങ്ങി ആദ്യം ജനിച്ച കടിഞ്ഞൂലുകളെ, മൃഗങ്ങളെയും മനുഷ്യനെയും കൊന്നുകളഞ്ഞു. അയ്യംവിളി മുഴങ്ങി, അലർച്ചയും കൂക്കലും തുടങ്ങി, നിലവിളി ആരംഭിച്ചു. അവിടെ അയ്യോ എന്നുള്ള നിലവിളി ഉയർന്നു. പക്ഷേ ഇസ്രായേൽ മക്കളുടെ വീട്ടിൽ അവർ കയ്പുചിരിയോടുകൂടെ കാലിൽ ചെരുപ്പണിഞ്ഞ് അരകെട്ടി വടിപിടിച്ച് ഇറച്ചി ഭക്ഷിച്ചു. അവിടെ ആനന്ദമുണ്ടായി, അവർക്ക് പുറപ്പാട് ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ രക്തം നിങ്ങളുടെ കട്ടളക്കാലിന്മേലുണ്ടോ? യേശുവിൻ്റെ രക്തം നിങ്ങളുടെ കുറുമ്പടിമേലുണ്ടോ? പഴയ നിയമത്തിൽ കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും യേശുവിന് രക്തം തളിച്ചപ്പോൾ അകത്തുള്ള ജനത്തിന് വിടുതൽ കിട്ടിയെങ്കിൽ, ഈ കാലഘട്ടത്തിൽ കൃപായുഗത്തിൽ കട്ടളക്കാലിൽ തേക്കേണ്ടതല്ല യേശുവിൻ്റെ രക്തം. അത് കുഞ്ഞാടിൻ്റെ രക്തമാണ്, അത് ആടിൻ്റെ രക്തമാണ്. പക്ഷേ യേശുവിൻ്റെ രക്തം അത് കട്ടളക്കാലിൽ തേക്കാനുള്ളതല്ല, അത് കുറുമ്പടിമേൽ തേക്കാനുള്ളതല്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കാറിനെയും വീടിനെയും തളിക്കാനല്ല യേശുവിൻ്റെ രക്തം. യേശുവിൻ്റെ രക്തം നമ്മെ തളിക്കണം. നമ്മെ യേശുവിൻ്റെ രക്തം തളിക്കുമ്പോൾ ഒരു സംഹാരകനും നമുക്കെതിരെ വരത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ രക്തത്തിൽ തളിക്കണം. ഒരു സംഹാരകനും വഴിയിലിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പിടിക്കത്തില്ല. നമ്മുടെ ശരീരത്തിൽ യേശുവിൻ്റെ രക്തമുണ്ടെങ്കിൽ നമ്മൾ ചവിട്ടിക്കേറുന്ന സ്ഥലത്ത് വിടുതൽ സംഭവിച്ചിരിക്കും. മരണം വഴിമാറും, ശാപം വഴിമാറും. യേശുവിൻ്റെ രക്തത്തിൽ അങ്ങനെ സംഭവിക്കും. ഇവിടെ ഇതാ പറയുകയാണ്, വിലയേറിയ രക്തം. യേശുവിൻ്റെ രക്തം കൊണ്ട് നമുക്കെന്ത് പ്രയോജനം? എഫേസ്യ ലേഖനം 1:7 വായിക്കുന്നു, അവൻ്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പുണ്ടെന്ന്. യേശുവിൻ്റെ രക്തം കൊണ്ട് നമുക്ക് എന്തുണ്ട്? വീണ്ടെടുപ്പുണ്ട്. അതാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞ്, പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും നമുക്ക് വീണ്ടെടുപ്പുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവ മക്കൾക്കായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. എന്നാൽ എബ്രായ ലേഖനം 9:22 വായിക്കുന്നു, യേശുവിൻ്റെ രക്തം കൊണ്ട് പാപമോചനമുണ്ട്. പാപത്തെ കഴുകിക്കളയും. നിങ്ങളുടെ പാപം എത്ര കടുചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കും. നോക്കുക, യേശുവിൻ്റെ രക്തം പാപത്തെ കഴുകുന്നതാണ്.
ഒരു മനുഷ്യനെ കഴുകുന്നത് പോലെ പാപത്തെ ദൈവം കഴുകി വെടിപ്പാക്കിയെടുക്കും. അത് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, സകല പാപത്തിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മെ ശുദ്ധീകരിക്കുന്നതാണ് യേശുവിൻ്റെ രക്തം. നോക്കുക പ്രിയരെ, ഒരു വസ്ത്രം ശുദ്ധീകരിക്കുന്നത് പോലെ, ഒരു പാനീയം ശുദ്ധീകരിച്ചെടുക്കുന്നത് പോലെ, ഒരാഹാരം ശുദ്ധീകരിച്ചെടുക്കുന്നത് പോലെ യേശുവിൻ്റെ രക്തം നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യുന്നു? ശുദ്ധീകരിച്ചെടുക്കുന്നു. നമ്മുടെ പുറമേയുള്ള ശരീരം മാത്രമല്ല, നമ്മുടെ അകമേയുള്ള ശരീരത്തെ കൂടെ യേശുവിൻ്റെ രക്തം ശുദ്ധീകരിക്കുന്നു. നമ്മൾ നന്നായി കുളിച്ച് സോപ്പിട്ട് നമ്മുടെ ശരീരം അത് ശുദ്ധിയാക്കുന്നത് പോലെ, വെളുപ്പിക്കുന്നത് പോലെ, കറ നീക്കുന്നത് പോലെ, കരി നീക്കുന്നത് പോലെ, ചള്ള നീക്കുന്നത് പോലെ, അഴുക്ക് നീക്കുന്നത് പോലെ യേശുവിൻ്റെ രക്തം നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ചെടുക്കുന്നു. നമ്മുടെ ബ്രെയിനെ ശുദ്ധീകരിച്ചെടുക്കുന്നു. നമ്മുടെ നാവിനെ ശുദ്ധീകരിച്ചെടുക്കുന്നു. നമ്മുടെ കണ്ണിനെ ശുദ്ധീകരിച്ചെടുക്കുന്നു. നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ, നമ്മുടെ വിചാരങ്ങളെ ദൈവം ശുദ്ധീകരിച്ചെടുക്കുന്നു. എങ്ങനെ? യേശുവിൻ്റെ രക്തം കൊണ്ട്. മറ്റൊന്നും കൊണ്ടും നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിയില്ല പ്രിയരെ. മറ്റൊന്നും കൊണ്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ പറ്റില്ല, നമ്മുടെ കണ്ണിനെ ശുദ്ധീകരിക്കാൻ പറ്റില്ല, നമ്മുടെ നാവിനെ ശുദ്ധീകരിക്കാൻ പറ്റില്ല, നമ്മുടെ ബ്രെയിനെ ശുദ്ധീകരിക്കാൻ പറ്റില്ല. എന്നാൽ യേശുവിൻ്റെ രക്തത്തിന് നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിയും. അത് തിരിച്ചറിഞ്ഞ യോഹന്നാൻ സുവിശേഷത്തിൽ 1:7 പറയുകയാണ്, സകല പാപത്തിൽ നിന്ന് നമ്മെ എന്ത് ചെയ്യുന്നു? ശുദ്ധീകരിക്കുന്നു. എബ്രായ ലേഖനം 9-ാം അധ്യായം 14-ാം വാക്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നു, നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ രക്തമുള്ളവന് മനസ്സാക്ഷിയുണ്ട്. മനസ്സാക്ഷിയുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ? യേശുവിൻ്റെ രക്തമില്ലാത്തത് കൊണ്ടാണ്, യേശുവിൻ്റെ രക്തം നമ്മളെ കഴുകാത്തത് കൊണ്ടാണ് നമുക്ക് സഹജീവികളോട് മനസ്സാക്ഷി ഉണ്ടാകാത്ത, മറ്റുള്ളവരോട് നമ്മൾ വെറുക്കുന്നത്, എതിർക്കുന്നത്, അവരെ നിസ്സാരമായി കാണുന്നത്, നമ്മുടെ ഇടയിൽ ഒരു ബലഹീനനുണ്ടെങ്കിൽ അവനോട് കരുണ കാണിക്കാത്തത്, അവനെ കാണുമ്പോൾ അനുകമ്പ ഉണ്ടാകാത്തത് നമ്മുടെ ഹൃദയത്തിൻ്റെ മനസ്സാക്ഷി മരവിച്ചിരിക്കുന്നതുകൊണ്ടാണ്. എന്നാൽ യേശു രക്തം കൊണ്ട് നമ്മുടെ മനസ്സാക്ഷിയെ ഒന്ന് ശുദ്ധീകരിച്ചാൽ നമുക്ക് മറ്റുള്ളവരോട് അനുകമ്പയും മറ്റുള്ളവരോട് മനസ്സാക്ഷി വർധനവുണ്ടാകും. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കും, പഴിക്കത്തില്ല, മറ്റുള്ളവരെ കുറ്റം പറയത്തില്ല, ചേർത്ത് വയ്ക്കും. അവൻ്റെ ബലഹീനതയിൽ നമ്മൾ കൂടെ നിന്ന് അവനെ ക്രിസ്തുവിന് വേണ്ടി നമുക്ക് നേടുവാൻ കഴിയും. ഒരുവൻ വല്ലവനെ തെറ്റിപ്പോകുമ്പോൾ അവനെ ചവിട്ടിത്താക്കുന്നത് മനസ്സാക്ഷി മരവിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ഒരു മനസ്സാക്ഷിയാണ് നിനക്കുള്ളതെങ്കിൽ നിൻ്റെ സഹോദരൻ, നിൻ്റെ സഹപാഠി, നിൻ്റെ സഹവിശ്വാസി തെറ്റിപ്പോകുമ്പോൾ അവനെ ചവിട്ടി മെതിക്കത്തില്ല. പകരം അവിടെ നിന്ന് അവനെ നല്ല മനസ്സാക്ഷിയോടെ വീണ്ടെടുക്കുവാൻ കഴിയും. അത് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാണ്. മറ്റുള്ളവരെ നിസ്സാരമായി കണ്ട് അവനോട് വഴക്കിടുന്നത്, അവനോട് ചുമ്മാതെ ശല്യം ചെയ്യുന്നത്, അവനെ കള്ള എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി നിൻ്റെ ശരീരത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി നിൻ്റെ നാവിൽ ഇല്ലാത്തത് കൊണ്ടാണ് നീ വീട്ടിൽ ചീത്ത വിളിക്കുന്നത്, നിൻ്റെ കൂട്ടുകാരനോട് ചീത്ത വർത്തമാനം പറയുന്നത്. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി നാവിൽ തുളുമ്പാത്തത് കൊണ്ടാണ് നിൻ്റെ ഭാര്യയോട് നീ തെറ്റായി സംസാരിക്കുന്നത്, മക്കളെ അനാവശ്യമായി സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ രക്തം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കണം, നമ്മുടെ നാവിനെ ശുദ്ധീകരിക്കണം. ആമേൻ. എബ്രായ ലേഖനം 9:14 നിങ്ങൾ വായിക്കണം കേട്ടോ. ഈ വാക്യങ്ങളൊക്കെ പറഞ്ഞു വിടുമ്പോൾ നിങ്ങൾ ബൈബിൾ ഇന്ന് രാവിലെ എടുത്തിട്ട് ഈ ദൈവദാസൻ പറഞ്ഞ വാക്യങ്ങൾ അങ്ങനെ തന്നെയാണോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കണം കേട്ടോ. അതുകൊണ്ട് കേട്ടോണ്ടിരിക്കരുത്. നിങ്ങൾ ഈ വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കും. എനിക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ വാക്യങ്ങൾ എടുത്ത് വായിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ ആത്മാവ് പറയുക, നല്ല മനസ്സാക്ഷി നിനക്ക് കിട്ടണമെങ്കിൽ യേശുവിൻ്റെ രക്തത്തിൽ നീ ശുദ്ധീകരിക്കപ്പെടണം. അവസാനമായി എഫെസ്യ ലേഖനം 2:13 പറയുന്നു, ദൂരസ്ഥരായിരുന്ന നമ്മെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നത് യേശുവിൻ്റെ രക്തമാണ്. നമ്മൾ ദൂരസ്ഥരായിരുന്നു. എപ്പോഴാണ് ദൂരസ്ഥരായത്? പാപം ചെയ്തപ്പോൾ, ദൈവസന്നിധി തെറ്റിപ്പോയപ്പോൾ നമ്മൾ ദൂരസ്ഥരായി ദൈവത്തിൽ നിന്ന്. എന്നാൽ ദൂരസ്ഥരായി കിടന്ന നമ്മെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാനാണ് യേശു തൻ്റെ രക്തം ഈ ഭൂമിയിൽ ഒഴുക്കിയത്.
അപ്പോൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി മനസ്സിലായോ? ഈ ശക്തി നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ, ഈ ശക്തി നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ, ഈ ശക്തി നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നിങ്ങൾ പാർക്കുന്ന വീട്ടിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഉയർച്ച പ്രാപിക്കും. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങളൊരു അനുഗ്രഹമായിരിക്കും. നിങ്ങളായിരിക്കുന്ന മേഖലയിൽ നിങ്ങൾ വർധനവുണ്ടാകും. യേശുവിൻ്റെ രക്തം നിങ്ങൾക്ക് സമാധാനം നൽകും. യേശുവിൻ്റെ രക്തം നിങ്ങളെ തികഞ്ഞ വിശ്വാസികളാക്കി മാറ്റും. യേശുവിൻ്റെ രക്തം നിങ്ങളെ അഭിഷേകം ചെയ്യും. യേശുവിൻ്റെ രക്തം നിങ്ങളെ വേർതിരിച്ച് കർത്താവിന് വേണ്ടി നിങ്ങളെ മാറ്റിവെക്കും. യേശുവിൻ്റെ രക്തം സംഹാര ദൂതൻ്റെ കയ്യിൽ നിന്ന് പുറത്തു നിങ്ങളെ കൊണ്ടുവരും. യേശുവിൻ്റെ രക്തം തളിക്കപ്പെടട്ടെ, ശുദ്ധീകരിക്കട്ടെ. യേശുവിൻ്റെ രക്തത്തിൽ നിങ്ങൾ ജീവിക്കുക. അങ്ങനാണെങ്കിൽ രക്തത്തിൻ്റെ ശക്തി നിങ്ങളെ വിടുവിക്കും. എത്ര വിശ്വസിക്കുന്നു? എനിക്കൊരു വിടുതലുണ്ട്, അത് യേശുവിൻ്റെ രക്തത്തിലാണ്. ആ യേശുവിൻ്റെ രക്തം എന്നെ സഹായിക്കും, എന്നെ വിടുവിക്കും, എന്നെ ശക്തീകരിക്കും. ഉറപ്പുള്ള ദൈവമക്കൾ ഒന്ന് സ്തോത്രം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. യേശുവിൻ്റെ രക്തം നിങ്ങളെ വഹിക്കും, നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ 6 വർഷമായി ഗ്രേസ് ടിവിയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഓരോ ദിവസവും ദൈവിക സന്ദേശങ്ങൾ കൊടുക്കുവാനും ദൈവദാസന്മാരെ ശുശ്രൂഷിക്കാനും അവസരങ്ങൾ ദൈവം നമുക്ക് നൽകുന്നുണ്ട്. ലൈവ് ആരാധനകളും മറ്റു പല കാര്യങ്ങളും ദൈവം നമുക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ചില ആഴ്ചകളായി, ഏതാണ്ട് 1 മാസത്തോളമായി നമുക്ക് ലൈവ് ആരാധന നടത്താൻ കഴിയാതെ പോവുകയാണ്. അപ്പോൾ തന്നെ ഗ്രേസ് ടിവിയുടെ പ്രവർത്തനങ്ങൾ, മെസ്സേജുകൾ, ദൈവദാസന്മാരുടെ മെസ്സേജുകൾ നമുക്ക് എഡിറ്റ് ചെയ്തിടാൻ കഴിയാതെ പോകുന്നു. കാരണം നമ്മുടെ ക്യാമറ നഷ്ടമായി പോയി, അത് കേട് സംഭവിച്ചു. എന്നാൽ നമുക്ക് ഒരു ക്യാമറ ഗ്രേസ് ടിവിക്ക് വാങ്ങിക്കണം. ഏകദേശം 2.5 ലക്ഷം രൂപ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ഗ്രേസ് ടിവിയെ സ്നേഹിക്കുന്ന, ഈ മിനിസ്ട്രിയെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന ഒരു നന്മ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ തീർച്ചയായും നമുക്ക് ഈ പ്രവർത്തനത്തെ കുറച്ചുകൂടെ വൈൽഡായിട്ട് കൊണ്ടുപോകുവാനായിട്ട് കഴിയും. ഇപ്പോഴത്തെ ഗ്രേസ് ടിവിയുടെ സാഹചര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ഒരു ക്യാമറ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ നന്മ ദൈവം നിങ്ങൾക്ക് തരും. ഇത് നിങ്ങൾ നിസ്സാരമായി കാണാതെ നിങ്ങൾ ഈ ആവശ്യം തിരിച്ചറിയുക. വളരെ ക്ലാരിറ്റി ഇല്ലാതെ ഈ മെസ്സേജുകൾ ഞങ്ങളിപ്പോൾ ഫോണിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഗ്രേസ് ടിവിയുടെ പ്രവർത്തനങ്ങൾ വിശാലമാക്കാൻ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുക. യേശുവിൻ്റെ രക്തത്തിൽ ഞാൻ അത് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ ഉപയോഗിക്കും, നിങ്ങളുടെ തലമുറകൾക്ക് നന്മ തരും. ഞാൻ എപ്പോഴും ഈ കാര്യങ്ങൾ പറയുന്ന ഒരാളല്ല, നിങ്ങൾക്കറിയാം. എന്നാൽ അത്യാവശ്യമായി കഴിഞ്ഞ 1 മാസമായി ഞങ്ങൾ ഈ വിഷയത്തിൽ വളരെ ഭാരത്തിലാണ്. അതുകൊണ്ട് ഒരു ക്യാമറ അത്യാവശ്യമായി വാങ്ങിക്കേണ്ടിയിരിക്കുന്നു. ഉള്ളത് നഷ്ടപ്പെട്ടു പോയി. കഴിഞ്ഞ 6 വർഷമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്യാമറ അത് നഷ്ടമായി. എന്നാൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ സഹകരണവും പ്രാർത്ഥനയും ആവശ്യമാണ്. താല്പര്യമുള്ളവരെ ഞങ്ങൾ ഇന്ന് സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാവിലെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല ദൂതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ രക്തം ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയെന്നും ഞങ്ങളെ പൊന്നോ വെള്ളിയോ അഴിഞ്ഞു പോകുന്നത് കൊണ്ടല്ല, ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു എന്നും കേൾപ്പിച്ച ദൈവിക ദൂതിനായി സ്തോത്രം. ഈ ദൂത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കണമേ, ഒരു വലിയ വിടുതലാക്കണമേ. സകല ബന്ധനങ്ങളും അഴിയുന്ന ഒരു പകലായി മാറട്ടെ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ കുടുംബജീവിതത്തിൽ ദൈവത്തിൻ്റെ ഉയർച്ചകൾ ഉണ്ടാകട്ടെ. ഇവർ ചവിട്ടുന്ന സ്ഥലം, കാലുകുത്തുന്ന സ്ഥലം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ തലമുറകൾ യേശുവിൻ്റെ രക്തത്തിൽ അനുഗ്രഹം അനുഭവിക്കാൻ കർത്താവ് ഇടയാക്കട്ടെ. പിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഈ വണ്ണം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വിഷയത്തിന് പരിഹാരമുണ്ടാകും. യേശുവിൻ്റെ രക്തം നിങ്ങളെ വിടുവിക്കുവാനാണ് യേശുവിൻ്റെ രക്തം. ആകയാൽ യേശുവിൻ്റെ രക്തത്തിൽ നമുക്കൊരുമിച്ച് ആയിരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.